ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് കൺസെപ്റ്റാണ്. ഇതിൽ നമ്മൾ പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിനെ പറ്റി പറയാൻ പോകുന്നില്ല. വി ആർ ഗോയിങ് ടു ഡീൽ ഓൺലി വിത്ത് ദ സിമ്പതറ്റിക് കമ്പോണൻറ്റ് ഓഫ് ദ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇതൊരു സ്പൈനൽ കോഡിൻ്റെ സെക്ഷനാണ് ഇവിടെ കാണുന്നത്. വി വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് T4, ഫോർത്ത് തൊറാസിക് സെഗ്മെൻറ്റിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. എന്തുകൊണ്ട് T4 സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, സിമ്പതറ്റിക് സിസ്റ്റം അതിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ജനറലി ഫ്രം തൊറാസിക് ആൻഡ് ഇനിഷ്യൽ ലംബാർ സെഗ്മെൻറ്റ്സ് ആണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ T1 സെഗ്മെൻറ്റ് തൊട്ട് തൊറാസിക് ഫസ്റ്റ് സെഗ്മെൻറ്റ് തൊട്ട് സ്പൈനൽ കോഡിൻ്റെ സെഗ്മെൻറ്റ് തൊട്ട് ലംബാറിൻ്റെ സെക്കൻഡ് സ്പൈനൽ കോഡ് സെഗ്മെൻറ്റ് വരെയുള്ള പോർഷനിൽ നിന്നാണ് സിമ്പതറ്റിക് ഔട്ട്ഫ്ലോ വരുന്നത്. അതുകൊണ്ട് നമ്മളതിനെ വിളിക്കുന്ന പേരാണ് തൊറക്കോ ലംബാർ ഔട്ട്ഫ്ലോ. അപ്പോൾ ഈ ഭാഗത്തുള്ള സ്പൈനൽ കോഡിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ വെളിയിൽ വൈറ്റ് മാറ്റർ കാണാൻ പറ്റും ആസ് യൂഷ്വൽ, അകത്ത് ഗ്രേ മാറ്റർ കാണാൻ പറ്റും. ഈ ഗ്രേ മാറ്ററിൽ പോസ്റ്റീരിയർ ഹോണിനും ആൻറ്റീരിയർ ഹോണിനും അധികമായിട്ട്, അത് കൂടാതെ വി ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് ലാറ്ററൽ ഹോൺ ഓർ ഇൻ്റർമീഡിയറ്റ് ഹോൺ. ഈ ഇൻ്റർമീഡിയറ്റ് ഹോണിൽ നിന്നാണ് സിമ്പതറ്റിക് ഇൻഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ന്യൂറോണിനെ തന്നെ പിക്ക് ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് ഹോണിലിരിക്കുന്ന ഗ്രേ മാറ്റർ, അവിടെ ഗ്രേ മാറ്റർ എന്ന് വെച്ചാൽ സെൽ ബോഡിയുടെ കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെൽ ബോഡിയാണ് ഈ കാണുന്നത്. ഈ സെൽ ബോഡി നമ്മൾ ട്രേസ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അതിനു മുൻപ് ഒരു ജനറൽ ഓറിയൻറ്റേഷൻ തന്നോട്ടെ. ഇത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിൻ്റെ ഇത് പോസ്റ്റീരിയർ ആസ്പെക്റ്റ് ആണ്. ഇവിടെ ഇത് ആൻറ്റീരിയർ ആസ്പെക്റ്റ് ആണ്. അവിടെ നിന്ന് ഡോഴ്സൽ റൂട്ട് എമർജ് ചെയ്യും പോസ്റ്റീരിയർലി, വെൻട്രൽ റൂട്ട് മുമ്പിൽ നിന്ന് എമർജ് ചെയ്യുന്നു. ഡോഴ്സൽ റൂട്ട് വരുന്ന സമയത്ത് അതിനകത്തൊരു സ്വെല്ലിങ് പോലെ കാണപ്പെടും. അതിനെ വിളിക്കുന്ന പേരാണ് ഡോഴ്സൽ റൂട്ട് ഗാംഗ്ലിയോൺ. അതിനുശേഷം ഈ വരുന്ന ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും വന്ന് ഇൻ്റർവെർട്ടിബിൾ ഫൊറാമൻ്റെ റീജിയനിൽ വെച്ചിട്ട് അതൊരു സ്പൈനൽ നെർവായിട്ട് മാറി ലാറ്ററലി ഒരു പെരിഫറലി പാസ് ചെയ്യും. ആ ഫോർമേഷൻ്റെ സ്പൈനൽ നെർവ് ആവുന്ന ഫോർമേഷൻ്റെ ചേർന്ന് വെർട്ടിബ്രൽ കോളത്തിൻ്റെ രണ്ട് സൈഡിലേക്ക് കാണപ്പെടുന്ന ചെയിനാണ് ഇത്. ഇതാണ് സിമ്പതറ്റിക് ചെയിൻ. സിമ്പതറ്റിക് ചെയിനിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വെല്ലിങ് കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പതറ്റിക് ഗാംഗ്ലിയോൺ. ഓക്കെ, സോ സിമ്പതറ്റിക് ചെയിൻ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. Now we will start the process of tracing a sympathetic neuron. ഇപ്പോൾ നമ്മൾ ലാറ്ററൽ ഹോൺ വീണ്ടും നോക്കുന്നു. ലാറ്ററൽ ഹോണിലുള്ള ഈ പർട്ടിക്കുലർ ആക്സോണിനെ നോക്കുന്നു, സെൽ ബോഡിയെ നോക്കുന്നു. ആ സെൽ ബോഡിയിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ആക്സോൺ അവിടെ നിന്ന് ഇറങ്ങി വെൻട്രൽ റൂട്ട് വഴി പുറത്തേക്ക് വന്ന് അത് സ്പൈനൽ നെർവിലേക്ക് എൻ്റർ ചെയ്യുന്നു ഈ ഭാഗത്തായിട്ട്. ഈ വരുന്ന ആക്സോൺ സ്പൈനൽ നെർവിൽ നിന്ന് ഒരു ചെറിയൊരു ബ്രാഞ്ച്, നമ്മളതിനെ വിളിക്കുന്ന പേരാണ്, ഈ കാണുന്ന ഈ എൻ്റയർ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ്. ഇവിടെ ലേബലിംഗ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ വൈറ്റ് റാമസ്. അപ്പോൾ വൈറ്റ് റാമസിലൂടെ ഈ ആക്സോൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇതിപ്പോൾ T4 ലെവലിലുള്ള സ്പൈനൽ കോഡ് സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ T4 ലെവലിലുള്ള സിമ്പതറ്റിക് ഗാംഗ്ലിയയിലേക്ക് ഈ ആക്സോൺ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം അതിന് 3 രീതിയിൽ ആക്ട് ചെയ്യാം. അപ്പോൾ ഒരു ആക്സോൺ തന്നെ വന്ന് 3 രീതിയിൽ ആക്ട് ചെയ്യുമല്ല. ഇതിപ്പോൾ ഒരു ഓവർ സിംപ്ലിഫിക്കേഷനായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഒരു ആക്സോൺ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും അതിൻ്റെ സിനാപ്സ് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്സോൺസും ഉണ്ട്. ഇവിടെ ഒരു ആക്സോൺ മാത്രമല്ല, ഇവിടെ ഒരു സെൽ ബോഡി മാത്രമല്ല, ഇവിടെ വേറെയും സെൽ ബോഡീസ് ഉണ്ട്. ഇപ്പോൾ രണ്ടാമത് വരുന്ന സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ആക്സോൺ സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ വന്ന് വേറൊരു രീതിയിലായിരിക്കും അതിൻ്റെ സിനാപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്സോണിൻ്റെ തന്നെ 3 ബ്രാഞ്ചായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു ആക്സോണിനെ അല്ല കാണിച്ചിരിക്കുന്നത്, മൾട്ടിപ്പിൾ ആക്സോൺസ് ആണ്. ഒരു ആക്സോണിന് ഒരു പർട്ടിക്കുലർ രീതിയിൽ മാത്രമേ പോകാൻ പറ്റൂ. ശരി, ഇപ്പം എന്തൊക്കെയാണ് പോസിബിലിറ്റീസ്? ഈ കാണുന്നത് സിമ്പതറ്റിക് ഗാംഗ്ലിയോൺ ആണ്. സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സെൽ ബോഡിയാണ് ഇവിടെ ഉള്ളത്. ഈ സെൽ ബോഡിയിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ആക്സോണിന് വന്ന് സിനാപ്സ് ചെയ്യാം. സെൽ ബോഡിയിലേക്കോ ഇതിൻ്റെ ഡെൻഡ്രൈറ്റിലേക്കോ
അതാണ് നമുക്ക് ഈ ഏരിയ ഓഫ് സിനാപ്സ് ആണ് ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോസിബിലിറ്റി. അങ്ങനെ സിനാപ്സ് നടന്നാൽ പോസ്റ്റ് സിനാപ്റ്റിക് ആയിട്ടുള്ള ന്യൂറോൺ, അതിൻ്റെ സെൽ ബോഡി ഇവിടെ ഉണ്ട്, ആ സെൽ ബോഡിയുടെ ആക്സോൺ ഇറങ്ങി ഒരു കണക്ഷൻ വഴി സ്പൈനൽ നെർവിലേക്ക് തിരിച്ച് എൻ്റർ ചെയ്യും. ആ കണക്ഷനെ വിളിക്കുന്ന പേരാണ് ഗ്രേ റാമസ് കമ്മ്യൂണിക്കൻസ്. ആ കണക്ഷൻ വഴി തിരിച്ച് സ്പൈനൽ നെർവിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തു പോകുന്നു. ഇവിടെ ബ്ലൂ കളർ ന്യൂറോൺ ആക്സോൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്പൈനൽ കോഡിൽ നിന്ന് തുടങ്ങി വെൻട്രൽ റൂട്ട് വഴി ഇവിടെ വന്ന് വൈറ്റ് റാമസ് വഴി വന്ന് ഈ ഗാംഗ്ലിയോണിലെത്തി സിനാപ്സ് നടക്കുന്നത് വരെയുള്ള സെഗ്മെൻ്റാണ് പ്രീ ഗാംഗ്ലിയോണിക് പാർട്ട്. ആ ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ. പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോണിൻ്റെ സെൽ ബോഡി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് T1 to L2 സെഗ്മെൻറ്റിലെ സ്പൈനൽ കോഡ് സെഗ്മെൻറ്റുകളിലെ ലാറ്ററൽ ഹോണിലായിരിക്കും. ഇനി സിനാപ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ന്യൂറോണും അതിൻ്റെ ആക്സോണിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ. പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോണിൻ്റെ സെൽ ബോഡി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആക്സോൺ തിരിച്ച് സ്പൈനൽ നെർവിലേക്ക് എൻ്റർ ചെയ്യുന്ന ഈ കണക്ഷൻ്റെ പേരാണ് ഗ്രേ റാമസ് കമ്മ്യൂണിക്കൻസ്. ഇവിടെ ലേബലിംഗ് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ഒന്നാമത്തെ രീതിയിൽ സ്പൈനൽ കോഡിൽ നിന്ന് ഇറങ്ങുന്ന ലാറ്ററൽ ഹോണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സിമ്പതറ്റിക് ന്യൂറോണിന് ഇങ്ങനെ ആക്ട് ചെയ്യാം. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വി ആർ കൺസിഡറിങ് അനദർ ന്യൂറോൺ. അപ്പോൾ അതിൻ്റെ സെൽ ബോഡി ഇവിടെ ഉണ്ട്, അതിൻ്റെ ആക്സോൺ നമ്മൾ ട്രേസ് ചെയ്തു, അത് വെൻട്രൽ റൂട്ട് വഴി വന്ന് സ്പൈനൽ നെർവിലേക്ക് എൻ്റർ ചെയ്തു, സ്പൈനൽ നെർവിൽ നിന്ന് വെൻട്രൽ റാംസ് വഴി ഇറങ്ങി. ദാറ്റ് ഇസ് നോട്ട് സിനാപ്സിങ് ദെയർ. അതിന് പകരം ആ ന്യൂറോൺ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 3 ബ്രാഞ്ചിങ് കാണിച്ചിരിക്കുന്നത് ഒരു ആക്സോൺ വന്ന് ബ്രാഞ്ച് ചെയ്യുന്നതല്ല, അത് സ്കീമാറ്റിക്കലായിട്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. വാട്ട് യു ആർ സീയിങ് ഹിയർ ഈസ് എ ഡിഫറെൻറ്റ് ആക്സോൺ. അപ്പോൾ ഈ ആക്സോൺ വന്നിട്ട് അത് ഗാംഗ്ലിയോണിൽ സിനാപ്സ് ചെയ്യാതെ അതിന് പകരം ഗാംഗ്ലിയോണിൽ നിന്ന് മീഡിയലായി അറൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഈ ബ്രാഞ്ചിൻ്റെ പേരാണ് സ്പ്ലാങ്കിനിക് നെർവ്. അപ്പോൾ ആ സ്പ്ലാങ്കിനിക് നെർവിലൂടെ ഈ ആക്സോൺ പാസ് ചെയ്ത് വന്ന് വീണ്ടും ആ സ്പ്ലാങ്കിനിക് നെർവ് പോയി നിൽക്കുന്ന അല്ലെങ്കിൽ അത് എൻ്റർ ചെയ്യുന്ന ഒരു സ്വെല്ലിംഗ് ഉണ്ട്. ആ സ്വെല്ലിങ്ങിനെ ഉദ്ദേശിക്കുന്നത് നെർവിൻ്റെ കോഴ്സിന് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തൊരു പോർഷൻ ഉണ്ടാവും. ആ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാംഗ്ലിയോൺ. ഈ കാണുന്ന സ്വെല്ലിംഗ്, ഈ കാണുന്ന ബൾജ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോൺ. ഇത് ജനറലി അബ്ഡമനിൽ കാണപ്പെടുന്നു. അബ്ഡമനിൽ സീലിയാക് ഗാംഗ്ലിയോൺ ഉണ്ട്, അല്ലെങ്കിൽ സുപ്പീരിയർ മെസെൻട്രിക് ഗാംഗ്ലിയോൺ ഉണ്ട്, ഇൻഫീരിയർ മെസെൻട്രിക് ഗാംഗ്ലിയോൺ ഉണ്ട്, അയോർട്ടിക്കോ റീനൽ ഗാംഗ്ലിയോൺ ഉണ്ട്. ഇതെല്ലാം ഈ പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോൺസിന് എക്സാമ്പിളാണ്. ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് സീലിയാക് ഗാംഗ്ലിയോൺ ആണ്. അപ്പോൾ സീലിയാക് ഗാംഗ്ലിയോണിലേക്ക് വരുന്നു. സീലിയാക് ഗാംഗ്ലിയോണിൽ വെച്ച് ഒബ്വിയസ്ലി ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ സെൽ ബോഡികളുടെ കൂട്ടമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ സെൽ ബോഡീസ് ഉണ്ട്. ആ സെൽ ബോഡിയിലേക്ക് ഈ വരുന്ന ആക്സോൺ സിനാപ്സ് ചെയ്യുന്നു. സിനാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ കിടക്കുന്ന ഗാംഗ്ലിയോണിലെ പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോണിലെ സെൽ ബോഡിയുടെ ആക്സോൺ ഇറങ്ങി ടാർഗറ്റ് ഓർഗനിലേക്ക് പാസ് ചെയ്തു പോകുന്നു. ദിസ് ഈസ് അനദർ മെത്തേഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂറോൺ, പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ എക്സ്റ്റെൻഡ്സ് ഓൾ ദ ഫ്രേ ഫ്രം സ്പൈനൽ കോഡ് ടിൽ ദ പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോൺ. അത് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ വെച്ച് സിനാപ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ സ്റ്റാർട്ട്സ് അറ്റ് ദ പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോൺ. ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ വീണ്ടും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലാറ്ററൽ ഹോണിൽ ന്യൂറോൺ വരുന്നു, അതിൻ്റെ ആക്സോൺ വരുന്നു. ആക്സോൺ വെൻട്രൽ റൂട്ടിലൂടെ വന്ന് സ്പൈനൽ നെർവിൽ എത്തുന്നു. സ്പൈനൽ നെർവിൽ നിന്ന് വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി അത് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിലേക്ക് എത്തുന്നു. അത് പക്ഷേ അവിടെ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റിൽ സിനാപ്സ് ചെയ്യുന്നില്ല. പകരം അത് ഒന്നുകിൽ മുകളിലേക്ക് അസെൻഡ് ചെയ്യുന്നു, ഇവിടെ കാണാം, അല്ലെങ്കിൽ അത് സിമ്പതറ്റിക് ചെയിനിലൂടെ താഴേക്ക് ഡിസെൻഡ് ചെയ്യുന്നു. 2 പോസിബിലിറ്റീസ് ആണ്. മുകളിലേക്ക് അസെൻഡ് ചെയ്താലും ശരി, താഴേക്ക് ഡിസെൻഡ് ചെയ്താലും ശരി, ദറ്റ് ഈസ് ഗോയിങ് ടു സിനാപ്സ് വിത്ത് അനദർ സെൽ ബോഡി ലൊക്കേറ്റഡ് ഇൻ അനദർ സിമ്പതറ്റിക് ഗാംഗ്ലിയോൺ. അപ്പം ഇത് T4ൻ്റെ ലെവലിലുള്ള, അല്ല മേ ബി ദിസ് ഇസ് T3,
ഞാൻ എക്സാമ്പിൾ പറയുവാണ്, ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇതിനകത്ത് പറയുന്ന സെഗ്മെൻറ്റുകളുടെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പം ഇത് T3 ആവുന്നു, ഇത് T5 നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ T4ൻ്റെ ലെവലിൽ അറൈസ് ചെയ്ത ഒരു ആക്സോൺ വന്ന് നമ്മുടെ വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി വന്ന് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിലെത്തി അത് മുകളിലേക്ക് അസെൻഡ് ചെയ്ത് T3യുടെ ലെവലിൽ സിനാപ്സ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ആക്സോൺ വന്ന് നമ്മുടെ സ്പൈനൽ നെർവിൽ നിന്ന് വന്ന് വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി ഇറങ്ങി ഡിസെൻഡ് ചെയ്ത് T5ൻ്റെ ലെവലിലും സിനാപ്സ് ചെയ്യാം. അങ്ങനെ സിനാപ്സ് ചെയ്താൽ അവിടുന്ന് വരുന്ന പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ, ഇതിപ്പോൾ T3യുടെ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് വരുന്ന പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ ഗ്രേ റാമ കമ്മ്യൂണിക്കൻസ് വഴി ആ ലെവലിലുള്ള, ഇത് T3 ആയതുകൊണ്ട് T3 സ്പൈനൽ നെർവിലേക്ക് എൻ്റർ ചെയ്ത് അതിൻ്റെ ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇത് T5 ആണ്. അപ്പോൾ ഈ T5 ലെവലിലുള്ള ഗാംഗ്ലിയോണിലെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ, അതിൻ്റെ സെൽ ബോഡിയാണിത്. സിനാപ്സിന് ശേഷം ആ ഇൻഫർമേഷൻ T5 നെർവ് വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. സോ ദീസ് ആർ ദ 3 മെത്തേഡ്സ്. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ ഒരു ന്യൂറോൺ ലാറ്ററൽ ഹോണിലുള്ള ഒരു സിമ്പതറ്റിക് ന്യൂറോൺ ഇറങ്ങിയാൽ അത് വെൻട്രൽ റൂട്ട് വഴി വന്ന് വൈറ്റ് റാമസ് വഴി വന്ന് സെയിം ലെവലിൽ സിനാപ്സ് ചെയ്യപ്പെടാം. രണ്ടാമത്തെ രീതി, ഒരു ന്യൂറോൺ അതിൻ്റെ സെൽ ബോഡി ലാറ്ററൽ ഹോണിൽ ഇരിപ്പുണ്ട്, അതിൻ്റെ ആക്സോൺ ഇറങ്ങി വെൻട്രൽ റൂട്ട് വഴി വന്ന് സ്പൈനൽ നെർവ് വഴി കയറി വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി വന്ന് അത് സിനാപ്സ് ചെയ്യാതെ ഗാംഗ്ലിയോണിലൂടെ പാസ് ചെയ്ത് സ്പ്ലാങ്കനിക് നെർവ്സിലൂടെ വന്ന് പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോണിൽ സിനാപ്സ് ചെയ്യാം. എക്സാമ്പിൾ സീലിയാക് ഗാംഗ്ലിയോൺ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ്, ഇവിടെ സെൽ ബോഡി അവിടുന്ന് ആക്സോൺ ഇറങ്ങുന്നു, വെൻട്രൽ റൂട്ട് വഴി വന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന് വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി വന്ന് ഗാംഗ്ലിയോണിൽ വന്നതിന് ശേഷം അതിന് മുകളിലേക്കോ താഴേക്കോ ട്രാവൽ ചെയ്യും. മുകളിലേക്ക് അസെൻഡ് ചെയ്താൽ ദാറ്റ് വിൽ സിനാപ്സ് ഇൻ ദ അപ്പർ ഗാംഗ്ലിയോൺ. താഴേക്ക് ഡിസെൻഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ സിനാപ്സ് ഇൻ ദ ലോവർ സിമ്പതറ്റിക് ഗാംഗ്ലിയോൺ. അപ്പോൾ ദീസ് ആർ ദ 3 മെത്തേഡ്സ് ബൈ വിച്ച് സിമ്പതറ്റിക് ഇൻഫർമേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ പെരിഫറി. Okay, now we are going to consider the sensory information, afferent information. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇഫറൻറ്റ് ഇൻഫർമേഷനെ പറ്റിയാണ്. നമ്മൾ ഇനി അഫറൻറ്റ് ഇൻഫർമേഷനെ പറ്റി പറയുന്നു റിഗാർഡിങ് ദ സെൻസറി പാസേജ് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു വിസറ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗനിൽ നിന്ന് വരുന്ന നോസിസെപ്റ്റീവ് സ്റ്റിമുലൈ, ഒരു പെയിൻ സ്റ്റിമുലസ്. ആ പെയിൻ സ്റ്റിമുലസ് നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്ഡോമിനിലെ ഒരു സ്പ്ലാങ്കനിക് നെർവ് വഴി എൻ്റർ ചെയ്യുന്നു. അത് കറസ്പോണ്ടിങ് ഗാംഗ്ലിയോൺ, പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോൺ, ഇപ്പോൾ സീലിയാക് ഗാംഗ്ലിയോൺ ആണെങ്കിൽ സീലിയാക് ഗാംഗ്ലിയോണിലെത്തുന്നു. ആ ഇൻഫർമേഷൻ അവിടെ നിന്ന് വന്ന് ഈ കാണുന്ന നെർവ് സ്പ്ലാങ്കനിക് നെർവാണ്. സ്പ്ലാങ്കനിക് നെർവിലൂടെ വന്ന് ദാറ്റ് വിൽ, ഞാൻ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട്, ഇതിനെ ഈ ഭാഗത്ത് വെച്ച് തന്നെ സ്പ്ലാങ്കനിക് നെർവ് എന്ന് പറയാൻ പറ്റില്ല. ദീസ് ആർ ദ സ്പ്ലാങ്കനിക് നെർവ്സ്. ഈ കാണുന്നതാണ് സ്പ്ലാങ്കനിക് നെർവ്. ഇതെല്ലാം സ്പ്ലാങ്കനിക് നെർവാണ്. സ്പ്ലാങ്കനിക് നെർവ് എന്ന് പറയുന്നത് ബേസിക്കലി സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിൽ നിന്ന് മീഡിയലി അറൈസ് ചെയ്യുന്ന ബ്രാഞ്ചസ് ആണ് സ്പ്ലാങ്കനിക് നെർവ്സ് ടു ദ വിസറ, ടു സപ്ലൈ ദ വിസറ ആൻഡ് ടു റിസീവ് ഇൻഫർമേഷൻ ഫ്രം ദ വിസറ. സെൻസറി ഇൻഫർമേഷൻ വിസറയിൽ നിന്ന് എടുക്കാനുള്ള പാത്വേയും കൂടിയാണ് ഈ സ്പ്ലാങ്കനിക് നെർവ്സ്. അപ്പോൾ ഇതിനെ സ്പ്ലാങ്കനിക് നെർവ് എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഈസ് ദ ടെർമിനൽ പാത്വേ, അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ ഓർഗൻ ഇവിടെ ഉണ്ടായിരുന്നു. ഓർഗനിൽ നിന്ന് പെയിൻ ഫൈബേഴ്സ്, നോസിസെപ്റ്റീവ് ഫൈബേഴ്സ് വന്നു. അത് പ്രീ വെർട്ടിബ്രൽ ഗാംഗ്ലിയോണിലെത്തി. അവിടെ നിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്ത് സ്പ്ലാങ്കനിക് നെർവിലൂടെ പാസ് ചെയ്ത് ഒരു സിമ്പതറ്റിക് ചെയിനിലെത്തുന്നു. ആ സിമ്പതറ്റിക് ചെയിനിൽ ഒന്നുകിൽ ആ കയറിയ അതേ സെഗ്മെൻറ്റിലുള്ള സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ അവസാനിക്കാം. പക്ഷേ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് മാത്രം പറയാം. അവിടുന്ന് ഇൻഫർമേഷൻ അസെൻഡ് ചെയ്ത് നമ്മുടെ ഒറിജിനലായിട്ടുള്ള സിമ്പതറ്റിക് ചെയിനിലെത്തി. എന്തുകൊണ്ട് ഞാനതിനെ ഒറിജിനൽ സിമ്പതറ്റിക് ചെയിൻ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ കാണുന്ന ഒരു വിസറയിലേക്ക് ഇഫറൻറ്റ് ഇൻഫർമേഷൻ, വിസറയിലേക്ക് വന്ന സ്പ്ലാങ്കനിക് ഇൻഫർമേഷൻ വന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ്. നമ്മുടെ എക്സാമ്പിളിൽ T4 സെഗ്മെൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ജനറലി അവിടെ നിന്ന് വരുന്ന പെയിൻ സെൻസേഷന് അൾട്ടിമേറ്റ്ലി ചെല്ലേണ്ടത്, ഏത് വഴി കയറിയാലും അൾട്ടിമേറ്റ്ലി ചെല്ലേണ്ടത് T4 സിമ്പതറ്റിക് ഗാംഗ്ലിയോണിലേക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫൈബർ അസെൻഡ് ചെയ്തതായിട്ട് നമ്മൾ പറയുക.
ശരി, ഇവിടെ വരുന്ന ഇൻഫർമേഷൻ, ഇവിടെ സിനാപ്സ് നടക്കുന്നൊന്നുമില്ല. അതിന് പകരം ആ ഇൻഫർമേഷൻ ശ്രദ്ധിച്ച് നോക്കണം. ആ ഇൻഫർമേഷൻ വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി പാസ് ചെയ്ത് അത് സ്പൈനൽ നെർവിലെത്തുന്നു. സ്പൈനൽ നെർവിൽ നിന്ന് ഡോർസൽ റൂട്ട് വഴി അത് പാസ് ചെയ്യുന്നു. ഇപ്പം നമുക്കിവിടെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ആക്ച്വലി ദിസ് ഈസ് ദ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. ഈ കാണുന്ന ബൾജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. ഈ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിൽ കാണുന്ന ഈ സ്ട്രക്ചർ, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ. ഇപ്പൊ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ഇതൊരു ഗാംഗ്ലിയോൺ ആണ്, അവിടെയും സെൽ ബോഡിയാണ് ഉള്ളത്. പക്ഷെ ഇവിടുത്തെ ന്യൂറോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൾട്ടിപോളാർ ന്യൂറോൺ ഒന്നുമല്ല, അതൊരു സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ ആണ്. സ്യൂഡോ യൂണിപോളാർ ന്യൂറോണിന്റെ പ്രത്യേകത, ആ ന്യൂറോണിൽ നിന്ന് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്രോസസ്സ് മാത്രമായിരിക്കും ഇറങ്ങുക. ആ പ്രോസസ്സ് വന്ന് സെൻട്രൽ, അതായത് സ്പൈനൽ കോഡിലേക്ക് പോകുന്ന ഒരു സെൻട്രൽ പ്രോസസ്സും ഉണ്ടാവും, പെരിഫറിയിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പെരിഫറൽ പ്രോസസ്സും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്രയും നേരം ട്രേസ് ചെയ്ത് വന്ന ഈ നീല ന്യൂറോൺ എന്ന് പറയുന്നത് ദാറ്റ് വാസ് ആക്ച്വലി ദ പെരിഫറൽ പ്രോസസ് ഓഫ് എ ന്യൂറോൺ ലൊക്കേറ്റഡ് ഇൻ ദ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ആയിരുന്നു. ഇവിടെയുള്ള ഒരു ന്യൂറോണിന്റെ പെരിഫറൽ പ്രോസസ് ഇറങ്ങി വന്ന് വൈറ്റ് റാമസ് വഴി വന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിലെത്തി അതിന് മുകളിലേക്കോ താഴേക്കോ അല്ലെങ്കിൽ അതേ ലെവലിൽ വെച്ചോ സ്പ്ലാങ്കനിക് നെർവിലൂടെ പുറത്തേക്ക് വന്ന് അത് കറസ്പോണ്ടിങ് പ്രീവെർട്ടിബിൾ ഗാംഗ്ലിയ, ഈ എക്സാമ്പിളിൽ സീലിയ ഗാംഗ്ലിയയിലൂടെ പാസ് ചെയ്ത് ആ ഓർഗനിലേക്ക് ചെന്നു. ഇപ്പം നമ്മൾ സെൻസറി ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഓർഗനിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാണുന്ന ഇത്രയും നമ്മൾ ട്രേസ് ചെയ്ത് വന്ന ഈ ഫൈബർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ന്യൂറോണിന്റെ പെരിഫറൽ പ്രോസസ് ആയിരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ഈ പെരിഫറൽ പ്രോസസ്സ് വഴി വരുന്നത്, പെരിഫറൽ പ്രോസസ്സിനെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു ഡെൻഡ്രൈറ്റ് പോലെ സങ്കല്പിച്ചാൽ മതി. പക്ഷെ അതൊരു ട്രൂ സെൻസിൽ ഡെൻഡ്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ആക്യുറേറ്റ് ടേം ഈസ് പെരിഫറൽ പ്രോസസ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഓക്കെ, ഇൻഫർമേഷൻ പെരിഫറൽ പ്രോസസ്സ് വഴി വന്നു, സെൽ ബോഡിയിലെത്തി. സെൽ ബോഡിയിൽ നിന്ന് സെൻട്രൽ പ്രോസസ്സ് ബാക്കിയുള്ള ഡോർസൽ റൂട്ടിലൂടെ വന്ന് സ്പൈനൽ കോഡിലെ ഒരു കറസ്പോണ്ടിങ് ഏരിയ ഓഫ് പോസ്റ്റീരിയർ ഹോണിലെത്തി. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒത്തിരി റീജിയൻസ് ഉണ്ട്, ന്യൂക്ലിയ ഒക്കെ ഉണ്ട്, അതിലെ കറസ്പോണ്ടിങ് ന്യൂക്ലിയയിൽ എത്തിക്കോളും. അപ്പോൾ ചില ഇൻഫർമേഷൻ ഇതിപ്പോൾ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്ന ഇൻഫർമേഷൻ ലെഫ്റ്റ് സൈഡിൽ കൂടി തന്നെ അസെൻഡ് ചെയ്ത് പോകുന്നു. ചില ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇന്റർന്യൂറോൺസ് വഴി ക്രോസ് ചെയ്ത്, ഇന്റർന്യൂറോൺസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സം ന്യൂറോൺസ് വഴി ക്രോസ് ചെയ്ത് സിനാപ്സ് നടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയതിന് ശേഷം അതിലെ വൈറ്റ് മാറ്ററിലൂടെ മുകളിലേക്ക് അസെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നില്ല, ഇതൊരു ഓവർ സിംപ്ലിഫൈഡ് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് സ്പൈനൽ കോഡിൽ എത്തിയതിന് ശേഷമുള്ള ഇൻഫർമേഷൻ്റെ പാസേജിനെ പറ്റി ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവസാനമായി ശ്രദ്ധിക്കേണ്ടതുള്ളത്. സിമ്പതറ്റിക് ഇൻഫർമേഷൻ സെൻസറി ഇൻഫർമേഷൻ ക്യാരി ചെയ്തുകൊണ്ട് വരുമ്പോൾ, അഫറന്റ് ഇൻഫർമേഷൻ ക്യാരി ചെയ്ത് വിടുമ്പോൾ ദിസ് ഈസ് ദ റൂട്ട്. ഇപ്പോൾ ടെർമിനൽ പാസേജിലൂടെ വന്ന് കറസ്പോണ്ടിങ് പ്രീവെർട്ടിബിൾ ഗാംഗ്ലിയോണിലെത്തി, അവിടെ നിന്ന് സ്പ്ലാങ്കനിക് നെർവ് വഴി ഏത് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ നിന്നാണോ ഇവിടെ കാണുന്ന ഓർഗനിലേക്ക് ഇഫറന്റ് ഇൻഫർമേഷൻ പോയത്, മോട്ടോർ ഇൻഫർമേഷൻ പോയത്, ആ ഗാംഗ്ലിയോണിൽ എത്തും. അതിനുശേഷം ആ ഫൈബർ വൈറ്റ് റാമസ് കമ്മ്യൂണിക്കൻസ് വഴി കറസ്പോണ്ടിങ് സ്പൈനൽ നെർവിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഡോർസൽ റൂട്ട് വഴി മുകളിലേക്ക് പ്രോക്സിമലായി പാസ് ചെയ്യുന്നു. അത് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിലുള്ള സ്യൂഡോ യൂണിപോളാർ ന്യൂറോണിന്റെ സെൽ ബോഡിയിലെത്തുന്നു. അതിനുശേഷം ആ ഇൻഫർമേഷൻ സെൻട്രൽ പ്രോസസ്സ് വഴി സ്പൈനൽ കോഡിലേക്ക് വന്ന് അതിൻ്റെ ഫർദർ പാസേജിലേക്ക് കടക്കുന്നു. ഇതാണ് സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ, സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? പെൽവിക് സ്പ്ലാങ്കനിക് നെർവ് എന്ന് പറഞ്ഞാൽ അതിലുള്ള സിമ്പതറ്റിക് ഫൈബർ എന്ന് പറയുന്നത് പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോൺ ആയിരിക്കും, ബിഫോർ സിനാപ്സ്, എ ന്യൂറോൺ ബിഫോർ സിനാപ്സിങ്. ഇനി അതല്ല, റുട്ടീനായിട്ട് ഗ്രേ റാമേ കമ്മ്യൂണിക്കൻസ് നോക്കിയാൽ അതിലുള്ള ന്യൂറോൺ എന്ന് പറയുന്നത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ ആയിരിക്കും. സ്പ്ലാങ്കനിക് നെർവ് കൊണ്ടുപോകുന്ന ഇൻഫർമേഷൻ സിനാപ്സ് നടന്ന് പ്രീവെർട്ടിബ്രൽ ഗാംഗ്ലിയയിൽ നിന്ന് വരുന്ന ന്യൂറോൺ ആണ്
ആ ഭാഗത്തുള്ള പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺ. ഇനി സിമ്പതറ്റിക് ഇൻഫർമേഷൻ മുകളിലേക്കോ താഴേക്കോ അസെൻഡ് ചെയ്യുകയോ ഡിസെൻഡ് ചെയ്യുകയോ ചെയ്യപ്പെടാം. ആ കറസ്പോണ്ടിങ് സിമ്പതറ്റിക് ചെയിനിൽ നിന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺസ് വരാം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഏത് സെഗ്മെന്റിൽ നിന്നാണോ, ഏത് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ നിന്നാണോ കയറിയതിന് ശേഷമാണോ ഇൻഫർമേഷൻ ഒരു ഓർഗനിലേക്ക് എത്തിയത്, ആ ഓർഗനിൽ നിന്നുള്ള സെൻസറി ഇൻഫർമേഷനും കറസ്പോണ്ടിങ് സിമ്പതറ്റിക് ഗാംഗ്ലിയോണിൽ തന്നെ വന്നിരിക്കും. ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദ ബേസിക് ഔട്ട്ലൈൻ ഓഫ് സിമ്പതറ്റിക് സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ. താങ്ക് യു.